ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. അതിനുവേണ്ടി ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇതെടുക്കുക. ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ എടുക്കണം. പിന്നീട് ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ അതിലേക്ക് ചേർക്കുക. പിന്നീട് അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഞാനിവിടെ അരമുറി തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാല് പിഴിഞ്ഞ മീനിലേക്ക് ചേർക്കണം. പിന്നീട് വീണ്ടും ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ പാലും കൂടെ തേങ്ങാപ്പാലും കൂടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വയ്ക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചാറ് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ ഏകദേശം ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാ വശവും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നീട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ നല്ല കട്ടിയായിട്ട് കുറുകിയിട്ടുണ്ടാവും. അത് അധികം തിളയ്ക്കണ്ട, നേരിയതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ അത് മാറ്റി വെക്കുക. പിന്നീട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5-6 ചെറിയുള്ളി ഒന്ന് കാച്ചിയിട്ട് എണ്ണയിൽ കാച്ചിയിട്ട് ആ മീനിലേക്ക് ചേർത്ത് കൊടുക്കണം.